അഥവാ ശരിയാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ പരാജയപ്പെടും എന്നാണല്ലോ പറയുന്നത്. ഈ ലോജിക്ക് തന്നെ നിങ്ങളൊന്ന് കുറച്ചും കൂടെ ഒന്ന് യുക്തിസഹമായിട്ട് പരിശോധിച്ച് നോക്കൂ. അഥവാ വേറെ ഏതെങ്കിലും ഒരു മതമാണ് ശരിയെങ്കിലോ, ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ ഒരു മതവിശ്വാസിക്കും കഴിയില്ല എന്നത് തന്നെയാണ് മതവിശ്വാസി എത്രമാത്രം ഭീകരമായ അന്ധതയിലാണ് ആണ്ടുകിടക്കുന്നത് എന്നതിൻ്റെ തെളിവ്. ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല, ക്രിസ്ത്യാനികൾ മാത്രമേ രക്ഷപ്പെടൂ എന്നാണ്. ഒരു മുസ്ലിം വിശ്വസിക്കുന്നത് ഇസ്ലാമിലൂടെ അല്ലാതെ ഒരാൾക്കും സ്വർഗത്തിലെത്താൻ കഴിയില്ല, ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ പോകുന്നതാണ്. ഇങ്ങനെ ഓരോ ജൂതമതക്കാരൻ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്നാൽ അങ്ങനെയല്ല, ഏത് വഴിയിലൂടെ പോയാലും രക്ഷപ്പെടാം എന്ന് കരുതുന്ന മതങ്ങൾ, ഹിന്ദു ദർശനങ്ങൾ അടക്കമുള്ള വിശാലമായിട്ടുള്ള ദർശനങ്ങൾ വേറെയുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലോകത്തിരുന്നു കൊണ്ട് ഈ അഥവാ ബിരിയാണി എന്നുള്ള വാദം, ആ ലോജിക്ക് ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1000 മതങ്ങളുണ്ട് ലോകത്ത് നിന്ന്. നമ്മൾ ഒരു കണക്കിന് വേണ്ടി എടുക്കുക, 1000 ഒന്നല്ല, 10,000 മതങ്ങളുണ്ടായിരുന്നു. അതിലേതെങ്കിലും ഒരു മതം മാത്രമാണ് സത്യമെങ്കിൽ ബാക്കി മതങ്ങളിലെല്ലാം വിശ്വസിച്ചവർ മോക്ഷം കിട്ടാതെയും സ്വർഗം കിട്ടാതെയും നരകത്തിൽ പോകുമെങ്കിൽ ആ മതം, ആ 10,000 മതങ്ങളിൽ ഒന്ന് നിങ്ങളുടേതാവണം എന്നതിന് എന്താണ് ഉറപ്പുള്ളത്? അപ്പോൾ നിങ്ങൾ ഈ അഥവാ ബിരിയാണി ലോജിക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാ മതത്തിലും കൂടെ വിശ്വസിക്കേണ്ടി വരും, എല്ലാ ദൈവങ്ങളെയും നിങ്ങൾ ആരാധിക്കേണ്ടി വരും, എല്ലാ ക്ഷേത്രങ്ങളിലും പോയി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ലോജിക്ക് പറയാം. കാരണം നിങ്ങൾ ഹിന്ദുക്കളുടെ അമ്പലത്തിലും പോകുന്നു, ക്രിസ്ത്യാനിയുടെ ചർച്ചിലും പോകുന്നു, ജൂതൻ്റെ സിനഗോഗിൽ പോകുന്നു, മുസ്ലിമിൻ്റെ പള്ളിയിൽ പോകുന്നു. എന്താ അങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ അഥവാ ഏതെങ്കിലും ഒന്ന് ശരിയാവുകയാണെങ്കിൽ അത് കിട്ടുമല്ലോ എന്ന് പറയുന്ന ലോജിക്ക് നിങ്ങൾക്ക് സ്വീകാര്യമാണോ? അത് സ്വീകാര്യമല്ല. കാരണം എന്താണ്? നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മറ്റു ദൈവങ്ങളിലും മറ്റു മതങ്ങളിലും വിശ്വസിച്ചാൽ പിന്നെ ഈ ലോജിക്കൊന്നും അവിടെ ആപ്ലിക്കബിൾ ആവില്ല. നിങ്ങളെ നരകത്തിൽ പിടിച്ചിടാൻ കാത്തിരിക്കുകയാണ് ഈ പഠിച്ചോൻ. അപ്പോൾ നിങ്ങൾ ഒരു മുസ്ലിം മരിച്ചിട്ട് പരലോകത്ത് ചെല്ലുമ്പോൾ ക്രിസ്ത്യാനികളുടെ ദൈവം വന്നിട്ട് പറയാണ്, യേശുവിലും ക്രിസ്തുവിലും വിശ്വസിച്ചവരൊക്കെ ഇങ്ങോട്ട് വരീനടാ, സ്വർഗത്തിലേക്ക് പോയിക്കോളിയും, ബാക്കിയുള്ളവരൊക്കെ കിടക്കിനടാ നരകത്തിൽ എന്നും പറഞ്ഞിട്ട് യഹോവ ഇങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും മുസ്ലിങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ? ഞങ്ങൾക്ക് തെറ്റുപറ്റി നാഥാ എന്ന് പറഞ്ഞ് കരയേണ്ടി വരൂലേ? അങ്ങനെ കരയേണ്ടി വരുന്നൊരവസ്ഥയാണ് അവർ വരുന്നതെങ്കിൽ ഈ യഹോവ നിങ്ങളോട് മുമ്പിൽ നീതിമാനായ ഒരു ദൈവമാകുമോ? ഞാൻ മുസ്ലിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഒരു വിശ്വാസിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഒരു വിശ്വാസിക്ക് അയാളുടെ വിശ്വാസം മാത്രമാണ് ശരി, അതിനപ്പുറത്ത് യാതൊരു ശരിയുമില്ല. എന്നാൽ നിങ്ങൾ നമ്മളോട് പറയുന്നത് അഥവാ ശരിയാണെങ്കിലോ എന്ന ലോജിക്കാണ്. ഇതേ ലോജിക്ക് നിങ്ങൾ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. മുസ്ലിങ്ങളെല്ലാം മരിച്ചിട്ട് പരലോകത്ത് ചെല്ലുമ്പോൾ യഹോവ അങ്ങനെ ഇറങ്ങി വരികയാണ്, ക്രിസ്ത്യാനികളൊക്കെ സ്വർഗത്തിലേക്ക് പോയി ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ കിടക്കി, ഞാനാണ് ഒറിജിനൽ ദൈവം എന്ന് ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായില്ലേ എന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമിന് അപ്പോൾ ഈ ദൈവം ചതിയനായിരുന്നു എന്നാണോ മനസ്സിലാക്കുക? അതോ നിങ്ങൾ വിശ്വസിച്ച് അകപ്പെട്ടത് ഒരു ചതിയിലായിരുന്നല്ലോ എന്ന് ഖേദിക്കുകയാണോ ചെയ്യുക? അതോ നിങ്ങൾ ദൈവങ്ങളെല്ലാം ഒരു നീതിയുമില്ലാത്തവരാണ് എന്ന് തിരിച്ചറിയുകയാണോ ചെയ്യുക? അപ്പം അങ്ങനെയല്ലേ? അപ്പം അഥവാ ക്രിസ്തുമതമാണ് ശരിയെങ്കിൽ നിങ്ങളൊക്കെ നരകത്തിൽ പോവില്ലേ? അപ്പം നിങ്ങളുടെ അവസ്ഥയും നമ്മളുടെ അവസ്ഥയും തമ്മിൽ എന്താ വ്യത്യാസം? അഥവാ വേറൊരു മതമാണ് ശരിയാണെങ്കിൽ ഈ പറയുന്ന മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ നരകത്തിൽ പോവില്ലേ? നരകവും സ്വർഗമൊക്കെ ഉള്ള ഒരു മതമാണ് ശരിയെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ ലോജിക്ക് അനുസരിച്ച് നിങ്ങൾക്കുള്ള സാധ്യത ഞങ്ങൾക്കുള്ള സാധ്യതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങളുടെ സാധ്യതയും ഞങ്ങളുടെ സാധ്യതയും തുല്യമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അഥവാ ഒരു ദൈവം ഉണ്ട് എങ്കിൽ, അഥവാ നിങ്ങൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു മതം അനുസരിച്ച് ഒരു ദൈവം ഉണ്ട് എങ്കിൽ ആ ദൈവം നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ ദൈവത്തിനോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. ഇനി ദൈവത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ദൈവത്തിന് കാര്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ മനസ്സിലാവില്ലേ? ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ മതത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത് എന്ന് എന്നെക്കാൾ നന്നായിട്ട് അറിയുന്ന ആളാണല്ലോ ഈ ദൈവം. ആ ദൈവത്തിനറിയാമല്ലോ ഞാൻ എൻ്റെ കുറ്റം കൊണ്ടല്ല ഇങ്ങനെ ചെയ്തതെന്ന്. എൻ്റെ ബോധ്യം ഇതാണ് എന്ന് ദൈവത്തിനും ബോധ്യപ്പെടില്ലേ? ദൈവത്തിന് മനസ്സിലാവില്ല. എൻ്റെ ബോധ്യം എന്ന് പറയുന്നത് ഞാൻ കരുതിക്കൂട്ടി ചെയ്തതല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ ദൈവത്തിനില്ലാതെ പോകുമോ? അത് വിവേകമുള്ള ഒരു ദൈവമാണെങ്കിൽ എന്നെ എന്തിനു ശിക്ഷിക്കണം?
ഞാനിങ്ങനെ ആയതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്കറിയാവുന്നതിനേക്കാൾ നന്നായി ദൈവത്തിനറിയാമെങ്കിൽ ഒരു ദൈവവും എന്നെ ശിക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ദൈവങ്ങൾ നേരും നെറിയുള്ളവരാണെങ്കിൽ. അതല്ല നേരും നെറിയില്ലാത്ത ദൈവമാണെങ്കിൽ എന്താ ചെയ്യാന്നറിയാം നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ ദൈവം നിങ്ങളോട് പറയും, നിങ്ങൾക്ക് ഞാൻ തന്ന ബുദ്ധി നിങ്ങൾ ഉപയോഗിച്ചില്ല. നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞ കെട്ടുകഥകൾ വിശ്വസിച്ച് എന്നെ പരിഹസിച്ചു കൊണ്ടാണ് ജീവിച്ചത്. നിങ്ങൾ ഇങ്ങനെ 5 നേരം ഞാൻ വലിയവനാണ് എനിക്ക് തന്നെയാണ് സ്തുതി എന്ന് പറഞ്ഞിട്ട് എന്നെ സ്തുതിക്കുകയായിരുന്നില്ലേ? അതെന്നെ പരിഹസിക്കല്ലേ, എന്നെ കൊച്ചാക്കലല്ലേ? ഞാനിങ്ങനെ നിങ്ങളെപ്പോലുള്ള നിസ്സാര ജന്തുക്കളുടെ സ്തുതി കേൾക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളെ സൃഷ്ടിച്ചു വിട്ടത്? അല്ലല്ലോ. നിങ്ങൾക്ക് ഞാൻ ഈ തലച്ചോറും ബുദ്ധിയൊക്കെ തന്നത് നിങ്ങൾ ആ ബുദ്ധി എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? നിങ്ങൾ ആ ബുദ്ധിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ എന്നെ പുകഴ്ത്തിയും എന്നെ സ്തുതിച്ചും എന്നെ കൊച്ചാക്കിയും അവഹേളിച്ചും കൊണ്ടല്ലേ നിങ്ങൾ ജീവിച്ചത്? കടക്കടാ നരകത്തിൽ എന്ന് പറഞ്ഞിട്ട് ഈ വിശ്വാസികൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം തലച്ചോറിനെ സ്വന്തം ബുദ്ധിയെ പാഴാക്കിയ ഈ പാഴ്ജന്മങ്ങളെ മുഴുവൻ പിടിച്ച് നരകത്തിലിടാനാണ് ദൈവം തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. അപ്പോൾ ഞങ്ങൾക്കായിരിക്കും മാർക്ക് കിട്ടുക. കിടക്കിനടാ സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ട് യുക്തിവാദികളെ മുഴുവൻ പിടിച്ചിട്ട് ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ പിടിച്ചിട്ട് ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് മനുഷ്യർക്കും ലോകത്തിനും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ബുദ്ധി പ്രയോജനപ്പെടുത്തിയ മുഴുവൻ ആളുകളെയും പിടിച്ചിട്ട് സ്വർഗത്തിലിടുകയും ഈ ബുദ്ധി പ്രയോജനപ്പെടുത്താതെ അന്ധവിശ്വാസികളായിക്കൊണ്ട് ദൈവത്തെ തന്നെ കൊച്ചാക്കുകയും പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ച് മരിച്ചുപോയ കോടിക്കണക്കിന് അന്ധവിശ്വാസികളായ മതവിശ്വാസികളെ മുഴുവൻ പിടിച്ച് നരകത്തിലിടുകയും ചെയ്യുകയില്ല എന്നതിനെന്താ ഉറപ്പ്? ഒരു നല്ല ദൈവമാണുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് സാധ്യത എന്ന് ഞാൻ കരുതുന്നത്. ഇനി നിങ്ങളുടെ മതം പറയുന്നത് പോലെ കൊടും ക്രൂരനായ ഒരുത്തനാണ്, ക്രൂര വിനോദത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരുത്തനാണ് ദൈവമെങ്കിൽ, അങ്ങനെയാണല്ലോ മതങ്ങളെല്ലാം പറയുന്നത്. കാരണം ദൈവം ഇങ്ങനെ ആകാശത്തിൻ്റെ മുകളിൽ ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ വക്കീലന്മാരെ പറഞ്ഞയക്കുക. മനുഷ്യന്മാരായിട്ടുള്ള വക്കീലന്മാരെ. ആ വക്കീലന്മാരിൽ ഒറിജിനലും ഉണ്ട്, വ്യാജന്മാരും ഉണ്ട്. ഒറിജിനൽ ഒന്നുണ്ടാവും, വ്യാജൻ 100 ഉണ്ടാവും. ഈ 100 വ്യാജന്മാരുടെ കൂട്ടത്തിൽ ഒരു ഒറിജിനലിനെ തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യർ വഴിതെറ്റിപ്പോവുക. എന്നിട്ട് അതെല്ലാം കണ്ടിട്ട് മൂപ്പർ അവിടെ ഇരുന്നിട്ട് ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുക. എന്നിട്ട് ഈ വഴിതെറ്റിപ്പോയ 900 അല്ലെങ്കിൽ കോടാനകോടി മനുഷ്യരെ പിടിച്ചിട്ട് നരകത്തിലിട്ട് കരിക്കുമ്പോൾ അത് കൊണ്ടിട്ട് ഇങ്ങനെ ഹ എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഒരുത്തനാണ് ദൈവമെങ്കിൽ, തൻ്റെ സ്വന്തം സൃഷ്ടികളെ മഹാഭൂരിപക്ഷത്തെയും ബോധപൂർവം ഇതുപോലെ ചതിയിൽ കുടുക്കിക്കൊണ്ട് ചതിപ്പരീക്ഷണത്തിൽ കുടുക്കിക്കൊണ്ട് വഴിതെറ്റിച്ച് നരകത്തിലിട്ട് അത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൊടും ക്രൂരനായ സാഡിസ്റ്റാണ് ദൈവമെങ്കിൽ, ആ ദൈവം ഞാൻ ആദ്യം പറഞ്ഞത് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളെപ്പോലുള്ള ആളുകളെ മുഴുവൻ പിന്നെയും ചതിച്ചുകൊണ്ട് കടക്കട നരകത്തിൽ ഞാൻ ഇങ്ങനെയാണ് പരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ നരകത്തിലിട്ടിട്ട് ഈ ദൈവത്തെ തന്നെ നിഷേധിച്ച നമ്മളെ സ്വർഗത്തിലിട്ടിട്ട് മറ്റൊരു ക്രൂര വിനോദം ആവർത്തിച്ചുകൂടാ എന്നതിന് എന്താ തെളിവുള്ളത്? അപ്പം ഈ ബിരിയാണി അഥവാ കൊടുക്കുന്നുണ്ടോ എന്ന ഒരൊറ്റ ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ ഞങ്ങൾക്കല്ല നഷ്ടം സംഭവിക്കുക, നിങ്ങൾക്കാണ് നഷ്ടം സംഭവിക്കുക. ഇനി അങ്ങനെ അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന ചിന്തയിലാണ് നിങ്ങൾ വിശ്വസിക്കുകയും ഒരു മതം അനുസരിക്കുകയും ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഈ കാപഢ്യം തിരിച്ചറിയാനുള്ള ബുദ്ധി ദൈവത്തിനില്ലേ? ഇവൻ ഈ സൂത്രമാണ് പ്രയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദൈവത്തിനില്ലേ? എന്തൊരു പൊട്ടത്തരാ നിങ്ങളീ പറയുന്നത്? അഥവാ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിശ്വാസമല്ല, കപടമാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ വഞ്ചിക്കുകയാണ്, പൊട്ടനാക്കുകയാണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ദൈവത്തിനില്ലേ? അങ്ങനെ ദൈവത്തിനെ പൊട്ടനാക്കിയിട്ട് ചുളുവിൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസം സ്വീകരിച്ചതാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊക്കെ ആയിരിക്കില്ലേ നരകത്തിലെ ഏറ്റവും ചൂടുള്ള ഭാഗം കിട്ടുക? ദൈവം പൊട്ടനാണെന്ന് അപ്പം നിങ്ങൾ ഈ പറയുന്നത്? ഇനി ദൈവം നീതിമാനാണെങ്കിൽ എന്തിനാണ് ദൈവം തൻ്റെ സൃഷ്ടികളെ ഇങ്ങനെ ഒരു കൊടിയ പരീക്ഷണം നടത്തിയിട്ട് ആ പരീക്ഷണത്തിൽ മൂപ്പർ വിചാരിക്കുന്ന മാതിരി എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം മൂപ്പർ ആദ്യമേ തീരുമാനിച്ചതാണ് ഈ പരീക്ഷണത്തിൽ ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ളത്. അതല്ലെങ്കിൽ മൂപ്പർക്ക് ആദ്യമേ അറിയാം. അത് അറിഞ്ഞുകൊണ്ട് പരീക്ഷണം നടത്തുക തന്നെ വിഡിത്തമാണ്. അങ്ങനെ ഒരു ചതി പരീക്ഷണം നടത്തിയിട്ട് നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പരീക്ഷണത്തിൽ തോറ്റത് കൊണ്ടാണ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളെ പിടിച്ച് നിത്യനരകത്തിലിട്ട് അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു കൊടും ക്രൂരനാണ് ദൈവമെങ്കിൽ ആ ദൈവത്തിനെ നമുക്ക് നീതിമാൻ എന്ന് വിളിക്കാൻ പറ്റും?
അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു മുസ്ലിം വിശ്വാസി ഇവിടുന്ന് മുസ്ലിമായി ജീവിച്ച് പടച്ചോൻ്റെ ഈ ഉണ്ടംപൊരി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിൽ പറഞ്ഞതൊക്കെ അനുസരിച്ച് ഇവിടുത്തെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങളുടെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ചിലവാക്കിയിട്ട് പരലോകത്ത് ചെല്ലുമ്പോൾ വേറൊരു ദൈവം അങ്ങനെ കയറി വരികയാണ്, ഒറിജിനൽ ദൈവം ഞാനാണ് എന്നും പറഞ്ഞുകൊണ്ട് യഹോവ അങ്ങനെ കയറി വരികയാണ്. എന്നിട്ട് അള്ളാഹു എന്ന് പറയുന്ന പൊട്ട ദൈവത്തിനെ ആരാധിച്ചവരൊക്കെ കടക്കടാ നരകത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ആ ദൈവം ഏത് ദൈവം? ആ ഒറിജിനൽ ദൈവം നീതിമാനാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാരണം നിങ്ങൾ ആ ദൈവത്തിനെ കണ്ടെത്തി ആ മതത്തിൽ വിശ്വസിക്കാതിരുന്നത് നിങ്ങളുടെ കുറ്റം കൊണ്ടാണോ? നിങ്ങൾ ജനിച്ച സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ഈ മതത്തിൽ പെട്ടുപോയി. അത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല. ഈ മതമാണ് ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യവും നിങ്ങളുടെ കുറ്റമല്ല. അതേപോലെ തന്നെയാണ് മറ്റേ മതക്കാരൻ. ഒരു ക്രിസ്ത്യാനി യഹോവയാണ് ദൈവം എന്നും ക്രിസ്തുവാണ് രക്ഷാമാർഗം എന്നും വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ബോധ്യമാണ്. ആ ബോധ്യം തെറ്റാണ് എന്ന് അയാൾക്കൊരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾ പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ അള്ളാഹു വന്നിട്ട് കടക്കടാ നരകത്തിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യാനികളെ നരകത്തിലേക്ക് വിടുകയാണെങ്കിൽ നിങ്ങളുടെ അള്ളാഹു ഇങ്ങനെയാണ് നീതിമാനാകുന്നത്. നിങ്ങളുടെ അള്ളാഹു ഇവരോട് ചെയ്തത് കൊടിയ ചതിയല്ലേ, കൊടിയ വഞ്ചനയല്ലേ? അങ്ങനെ ചതിയും വഞ്ചനയും ചെയ്തിട്ട് സ്വന്തം സൃഷ്ടികളെ നരകത്തിലിട്ട് നിത്യ നരകത്തിൽ പീഡിപ്പിക്കുന്ന ഒരു സാഡിസ്റ്റ് എങ്ങനെയാണ് നീതിമാനാവുക? അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുക? അപ്പം നിങ്ങളുടെ ഈ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ തന്നെ നിങ്ങളുടെ വിശ്വാസങ്ങളുടെ പൊട്ടത്തരം കൃത്യമായിട്ട് മനസ്സിലാവും എന്നാണ് എനിക്കിതിന് മറുപടിയായിട്ട് പറയാനുള്ളത്. ഞാൻ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ഒരാളുടെ വിശ്വാസം അയാളുടെ ബോധ്യമാണെന്നിരിക്കെ എങ്ങനെയാണ് ഒരു വിശ്വാസം ശരിയോ തെറ്റോ ആകുന്നത്? ഒരാളുടെ അവിശ്വാസം അയാളുടെ ബോധ്യമാണെന്നിരിക്കെ ആ ബോധ്യം അയാൾ കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല എന്നിരിക്കെ ഒരു അവിശ്വാസത്തിൻ്റെ പേരിലോ വിശ്വാസത്തിൻ്റെ പേരിലോ ഒരാളെ കുറ്റവാളി എന്ന് വിധിച്ച് ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്ന് പറയുന്ന ലോജിക്ക് എന്താണ്? അപ്പോൾ എൻ്റെ അവിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് 100% ബോധ്യമുള്ള കാര്യമാണ്. ആ ബോധ്യം എനിക്ക് കരുതിക്കൂട്ടി കൃത്രിമമായിട്ട് മാറ്റാൻ പറ്റില്ല. നിങ്ങളീ പറയുന്ന ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന ലോജിക്ക് അനുസരിച്ച് പോലും എനിക്കൊരു വിശ്വാസം സ്വീകരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു വിശ്വാസം സ്വീകരിച്ചാൽ അത് വിശ്വാസമല്ല, അത് കപട വിശ്വാസമാണ്. ആ കപട വിശ്വാസം പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിഡ്ഢിയാണ് ദൈവം എന്ന് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? അപ്പോൾ ഞാൻ ഇതൊക്കെ തെറ്റാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ വിമർശിക്കുന്നത്. ഇത് ശരിയാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നതിൽ നിങ്ങളും നിങ്ങളുടെ കിതാബുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം പോലും പരാജയപ്പെട്ടത് എൻ്റെ കുറ്റമല്ല. എനിക്കിത് ബോധ്യപ്പെടുത്തി തരാത്തിടത്തോളം കാര്യം ഇതിലെ വൈരുദ്ധ്യങ്ങൾ, ഇതിനകത്തുള്ള ലോജിക്കില്ലായ്മ, ഇതിനകത്തുള്ള മണ്ടത്തരങ്ങൾ, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 100% ബോധ്യമായ കാര്യമാണ്. ഈ ബോധ്യം എൻ്റെ ഒരു കൃത്രിമമായിട്ടുള്ള ബോധ്യമല്ല, നൈസർഗികമായിട്ടുള്ള ബോധ്യമാണ്. ഈ നൈസർഗികമായ ബോധ്യം എന്ന് പറയുന്നത് ഞാൻ കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, അത് എന്നിൽ ഞാൻ അറിയാതെ വന്നു ചേരുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബോധ്യമോ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസമോ എൻ്റെ അവിശ്വാസമോ എൻ്റെ കുറ്റകൃത്യമല്ല, എൻ്റെ ക്രിമിനൽ കുറ്റമല്ല. അതുകൊണ്ട് തന്നെ അതിന് ശിക്ഷിക്കുക എന്ന് പറയുന്നത് നീതിയുള്ള ഒരു ദൈവവും അല്ലെങ്കിൽ ഒരാളും ചെയ്യാൻ പാടുള്ള കാര്യമല്ല. ഇതാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് ഈ ലോജിക്ക് അനുസരിച്ച്, ഈ ബിരിയാണി ലോജിക്ക് അനുസരിച്ച് തന്നെ നിങ്ങളുടെ വിശ്വാസവും അതുപോലെ എല്ലാവരുടെ വിശ്വാസങ്ങളും തെറ്റാണ് എന്നാണ് ബോധ്യപ്പെടുന്നത്. മറിച്ച് ഈ വിശ്വാസങ്ങളുടെ പൊള്ളത്തരമാണ് അവിടെ ബോധ്യപ്പെടുന്നത് എന്നാണ് ഇതിന് മറുപടിയായിട്ട് പറയാനുള്ളത്. സംവാദങ്ങളുടെ അനുബന്ധ ചർച്ചകളിൽ ഉയർന്നു വന്ന മറ്റൊരു ചോദ്യം, എന്താണ് നിങ്ങളുടെ മാനദണ്ഡം എന്നാണ്. ധാർമ്മികതയുടെയും അതുപോലുള്ള കാര്യങ്ങളുടെയും ഒക്കെ മാനദണ്ഡം എന്താണ്? ഞങ്ങൾക്ക് ദൈവീകമായിട്ടുള്ള കിതാബുകളുണ്ട്, ദൈവത്തിൻ്റെ വെളിപാടുകളിലൂടെ കിട്ടിയിട്ടുള്ള അറിവുണ്ട്, അതിനെയാണ് ഞങ്ങൾ മാനദണ്ഡമാക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് മാനദണ്ഡം? ഇതാണ് ഒരു യമണ്ടൻ ചോദ്യം. ഇതിലുപയോഗിച്ച ഈ മാനദണ്ഡം എന്ന വാക്ക് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മാനം, അളവ്, ദണ്ഡം, കോല്. അളക്കാനുള്ള കോല് എന്നാണ് മാനദണ്ഡം എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം. എന്നാൽ ഇന്ന് നമ്മൾ എല്ലാ അളവുകൾക്കും ഉപയോഗിക്കുന്ന ആധാരം
എന്ന ഒരർത്ഥത്തിൽ, കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിലാണ് മാനദണ്ഡം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അളവുകോലുകൾ മനുഷ്യർ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു അളവുകോലുണ്ട്. ഇതൊരളവുകോലാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള അളവുകളിലൊന്നിൻ്റെ അടിസ്ഥാന മാനദണ്ഡം ആണിത്. സ്കെയിൽ തന്നെയാണ് മാനദണ്ഡം എന്നതിന് ഇവിടെ പറയുന്നത്, തോത്. ഇത് നീളം അളക്കുന്നതിന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു അളവിൻ്റെ ആധാരമാണ്. ഈ നീളം എങ്ങനെയാണ് പണ്ട് കാലത്ത് മനുഷ്യർ അളന്നിരുന്നത്? സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മനുഷ്യർ അളന്നിരുന്നത് ശരീരത്തിലുള്ള ചില അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ഈ പെരുവിരലിൻ്റെ ഈ ഒരു മടക്ക്, ഇത്രയും ഭാഗം, ഇതായിരുന്നു നീളം അളക്കാനുള്ള ഒരു ആധാരം, ഇഞ്ച് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ 2 വിരലുകൾ, ഈ നടുവിരലും ഈ പെരുവിരലും കൂടെ അങ്ങനെ അകറ്റിപ്പിടിച്ചാൽ അത് രണ്ടും തമ്മിലുള്ള അകലം, അതിനായിരുന്നു ചാൺ എന്ന് പറഞ്ഞത്. പിന്നെ ഒന്ന് നമ്മുടെ കയ്യിൻ്റെ മുട്ട് മുതൽ ഈ വിരലിൻ്റെ അറ്റം വരെയുള്ള അളവോ ഒരു മുഴം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാലിൻ്റെ അടി, കാലടി, ഒരു അടി എന്ന് പറയും. ഇങ്ങനെ ശരീരത്തിൻ്റെ ചില അവയവങ്ങൾ ഉപയോഗിച്ചാണ് ഏറ്റവും ആദ്യകാലത്ത് മനുഷ്യർ നീളം അളന്നിരുന്നത്. എന്നാൽ പിന്നീട് മനുഷ്യർ ആ അളവിനെ കുറച്ചും കൂടെ കൃത്യതയുള്ള അളവുകളാക്കി മാറ്റുന്നതിന് വേണ്ടി സ്റ്റാൻഡേർഡൈസ് ചെയ്തു. എല്ലാവർക്കും സ്വീകാര്യമാകുന്ന വിധത്തിൽ ഒരു പുതിയ അളവുകോൽ ഉണ്ടാക്കിയിട്ട് അതിന് എല്ലാവരും അംഗീകാരം കൊടുത്തു. അങ്ങനെയാണ് അളവുകളുടെ ഈ പറയുന്ന ആധാരങ്ങൾ ഉണ്ടായത്. അതെല്ലായിടത്തും ഒരേ സിസ്റ്റം അല്ല ഉപയോഗിച്ചത്, പലയിടത്തും പല രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ ഈ സ്കെയിലിൽ തന്നെ 2 സിസ്റ്റം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റവും പിന്നെ ഇഞ്ച്, അടി, മൈൽ എന്നൊക്കെ പറയുന്ന വേറൊരു സിസ്റ്റവും ഇതിനകത്തുണ്ട്. ഈ 2 സിസ്റ്റം ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഇഞ്ചും മൈലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ സെൻറ്റിമീറ്റർ, മീറ്റർ എന്നുള്ള അളവാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും ഒരേ സ്കെയിലിൽ അടയാളപ്പെടുത്തിയിരുന്നു. ഇത് രണ്ടും തമ്മിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ബന്ധമില്ല. കാരണം 30 സെൻറ്റിമീറ്ററും 12 ഇഞ്ചുമാണ് ഈ സ്കെയിലിൽ അടയാളപ്പെടുത്തിയില്ല. പക്ഷേ 30 സെൻറ്റിമീറ്ററിനേക്കാൾ അല്പം കൂടുതലാണ് 12 ഇഞ്ച് എന്ന് ഈ സ്കെയിലിൽ നോക്കിയാൽ കാണാം. അപ്പോൾ അത് രണ്ടും കൃത്യമായി തുല്യമല്ല. അങ്ങനെയുള്ള അളവുകൾ, ഇതിന് എങ്ങനെയാണ് നമ്മളിത് തുടങ്ങിയത്? ഇതിന് നാച്ചുറലായിട്ടോ ഡിവൈനായിട്ടോ എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷേ ഇത് നാച്ചുറലായിട്ട് കിട്ടിയതല്ല. നമ്മുടെ ഈ സെൻറ്റിമീറ്ററും ഇതിൽ പറയുന്ന ഇഞ്ചും മൈലും കിലോമീറ്ററും മീറ്ററും ഒന്നും, അത് നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് സബ്ജക്റ്റീവ് ആണോ ഒബ്ജക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അത് രണ്ടുമല്ല, ഫിക്ഷണലാണ് എന്നുള്ളതാണ് സത്യം. എന്താണ് ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം സങ്കല്പിച്ചുണ്ടാക്കുകയും ആ സങ്കല്പിച്ചുണ്ടാക്കിയ കാര്യത്തെ ഒരു റിയാലിറ്റി ആയിട്ട് നമ്മളെ സമൂഹം മൊത്തത്തിൽ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു ഫിക്ഷണൽ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കറൻസി നോട്ട്, അതിന് മറ്റൊരു ഉദാഹരണമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞില്ല, ഇതിപ്പോൾ ഒരു കടലാസിൻ്റെ കഷ്ണമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ കടലാസിൻ്റെ കഷ്ണത്തിന് 100 രൂപയുടെ മൂല്യമുണ്ട് എന്നുള്ളത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും, ഇന്ത്യക്കാർ മാത്രമല്ല ലോകത്തെല്ലാവരും അംഗീകരിക്കുന്നു. മറ്റ് കറൻസികളുമായിട്ട് ഇത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ലോകത്ത് മറ്റുള്ളവരും ഇതിൻ്റെ മൂല്യം അംഗീകരിക്കുന്നു. അപ്പോൾ ലോകത്തെല്ലാവരും ഈ കടലാസിന് 100 രൂപ വിലയുണ്ട് എന്ന ഒരു നുണ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ കടലാസിന് 100 രൂപയുടെ വിലയില്ല, അതൊരു കടലാസ് മാത്രമാണ്. അപ്പോൾ ഈ മൂല്യം എന്ന് പറയുന്നത് ഫിക്ഷണലാണ്, സാങ്കല്പികമാണ്. പക്ഷെ ആ സങ്കല്പത്തെ നമ്മൾ യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് മാനദണ്ഡങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ മീറ്റർ എന്ന് പറയുന്ന ഒരു അളവ് കോല് 100 സെൻറ്റിമീറ്റർ ചേർന്ന് മീറ്റർ ഉണ്ടാവുകയല്ല ചെയ്ത്, മറിച്ച് മീറ്റർ എന്ന് പറയുന്ന ഒരു കോല് ആദ്യം നമ്മൾ അംഗീകരിച്ചു. നമ്മൾ തന്നെ ഇംഗ്ലണ്ടിലാണ് ആ കോലുള്ളത്. ആ കോല് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കോല് എടുത്തിട്ട് ഇതാണ് 1 മീറ്റർ എന്നങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നങ്ങോട്ട് അംഗീകരിച്ചു. അങ്ങനെയാണ് 1 മീറ്റർ എന്നുള്ള മാനദണ്ഡം ഉണ്ടായത്.
കൃത്രിമമാണ്, ഫിക്ഷണലാണ്. പക്ഷേ ലോകത്തെല്ലാവരും അത് അംഗീകരിച്ചതോടുകൂടി അത് റിയാലിറ്റിയായി മാറി. ആ 100 സെൻറ്റിമീറ്റർ നീളമുള്ള 1 മീറ്റർ യഥാർത്ഥത്തിൽ ഒരു കോലായിരുന്നു. ആ കോലിനെ 100 തുല്യ ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് അതിന് സെൻറ്റിമീറ്റർ എന്ന് പേര് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സെൻറ്റിമീറ്ററിൻ്റെ അളവ് കൃത്യമായി. ഇനി അവിടുന്ന് അങ്ങോട്ട് 1000 മീറ്ററുകൾ ചേർന്നാൽ 1 കിലോമീറ്ററാണ് എന്ന് നമ്മൾ വേറൊരു കണക്കുണ്ടാക്കി. അങ്ങനെ ആ 1 മീറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഫ്രാക്ഷൻസ് ആയിട്ട് നമ്മൾ നീളത്തിൻ്റെ അളവിനെ കാണുന്നു. മറ്റേ സിസ്റ്റത്തിലാണ് ഇഞ്ച്, അടി, മൈൽ എന്നൊക്കെ പറയുന്ന വേറൊരു സിസ്റ്റം. ഇത് അളവിൻ്റെ കാര്യത്തിൽ, നീളത്തിൻ്റെ അളവിൻ്റെ കാര്യത്തിലാണെങ്കിൽ പിന്നെ നമ്മൾ നീളവും വീതിയും കൂടെയുള്ള 2 ഡയമെൻഷനുള്ള ഒരു സാധനമാണെങ്കിൽ നമ്മൾ ഇതേ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അളന്ന് നീളവും വീതി അളന്നിട്ട് അതിനെ ഗുണിക്കും. അപ്പോൾ നമുക്ക് ഏരിയ, നമ്മുടെ വിസ്തീർണം കിട്ടും. പിന്നെ നമ്മൾ 3 ഡയമെൻഷനുള്ളൊരു സാധനമാണെങ്കിൽ നീളവും വീതിയും ഉയരം അല്ലെങ്കിൽ ആഴവും കൂടെ ഉള്ളൊരു സാധനമാണെങ്കിൽ അതിൻ്റെ മൊത്തം അളവിനെ നമ്മൾ വ്യാപ്തം എന്ന് പറയും. അതിനെ 3നെയും കൂടെ ഗുണിച്ചതാണ് വ്യാപ്തം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഈ നീളത്തെ ബേസ് ചെയ്തിട്ട് പിന്നെ വ്യാപ്തത്തിൻ്റെയും വിസ്തീർണത്തിൻ്റെയും ഒക്കെ അളവുകൾ നമ്മൾ ഉണ്ടാക്കി. പിന്നെ ഈ വ്യാപ്തത്തിന് തന്നെ നമ്മൾ ലിറ്റർ എന്ന് പറയുന്ന വേറെ അളവുണ്ടാക്കി. ഈ 1 ലിറ്ററും ഈ 1 മീറ്ററും തമ്മിൽ ബന്ധമുണ്ട്. നമുക്കറിയാം 10 സെൻറ്റിമീറ്റർ നീളം, 10 സെൻറ്റിമീറ്റർ വീതി, 10 സെൻറ്റിമീറ്റർ ആഴം ഉള്ള ഒരു ചതുരപ്പെട്ടിയിൽ കൊള്ളുന്ന അളവിനാണ് നമ്മൾ 1 ലിറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഒരളവിൻ്റെ ബേസ് ചെയ്തിട്ട് മറ്റളവുകൾ ഉണ്ടാക്കി. പക്ഷെ ആദ്യം ഉണ്ടാക്കിയ അളവ് ഏതോ അത് ഫിക്ഷണലാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം ഫിക്ഷണലായിട്ടുള്ള മാനദണ്ഡങ്ങളിൽ പടുത്തുയർത്തിയിട്ടുള്ള ഫിക്ഷണൽ റിയാലിറ്റികളാണ്. ഈ മാനദണ്ഡം എന്താണ് നിങ്ങളുടെ എന്ന് നമ്മൾ ഈ അളവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നീളം, വീതി, കനം അല്ലെങ്കിൽ വ്യാപ്തം, വിസ്തീർണം എന്നൊക്കെ പറയുന്നതിന് മാത്രമല്ല നമുക്ക് മാനദണ്ഡങ്ങൾ വേണ്ടത്. മറ്റ് അമൂർത്തമായിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് മാനദണ്ഡങ്ങൾ വേണം. ഇപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തെ അളക്കാൻ നമുക്ക് എന്താണ് കോലുള്ളത്? നമ്മൾ കുറേ കോലുകൾ വെച്ചിട്ട് കുറേ കാലം കൊണ്ട് നമ്മൾ അളന്നെടുക്കും. യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ അതോ കാപട്യമാണോ എന്നൊക്കെ നമ്മൾ അളന്നെടുത്തിട്ട് നമ്മളുടെ ഒരു പ്രത്യേക മാനദണ്ഡം ഉപയോഗിച്ച് നമ്മൾ അതിനെ അളക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇവിടെ മതവിശ്വാസികൾ നമ്മളോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ ദൈവികമായി കിട്ടിയ ഒരു മാനദണ്ഡമുണ്ട്, നിങ്ങൾക്ക് എന്ത് മാനദണ്ഡമാണുള്ളത് എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ ഇവർക്ക് കിട്ടിയെന്ന് പറയുന്ന ദൈവീകമെന്ന് ഇവർ വിശ്വസിക്കുന്ന മാനദണ്ഡം യഥാർത്ഥത്തിൽ ദൈവം കെട്ടിയിറക്കി കൊടുത്തതാണോ? അല്ല, ഫിക്ഷണലാണത്. ദൈവം തന്നെ ഒരു ഫിക്ഷൻ ആണ്. ദൈവം ഇറക്കി എന്ന് പറയുന്നത് വേറൊരു ഫിക്ഷനാണ്. ദൈവം ഇറക്കിയതാണ് ഈ നിയമങ്ങളും ചട്ടങ്ങളും എന്ന് പറയുന്നതും ഒരു ഫിക്ഷനാണ്. ആ ഫിക്ഷനെ യാഥാർത്ഥ്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ ഗോത്രകാലത്തെ മനുഷ്യർ, അവരെ നയിച്ചിരുന്ന നേതാക്കന്മാരും പുരോഹിതന്മാരും പരിശ്രമിച്ചു. അത് അവർ വിശ്വസിച്ചു. അങ്ങനെ ആ ഫിക്ഷൻ യാഥാർത്ഥ്യമായിട്ട് മാറി. യഥാർത്ഥത്തിൽ ഒരു ദൈവവും നമുക്കൊന്നും ഇറക്കി തന്നിട്ടില്ല. നമ്മൾ ഇറക്കിയ സാധനത്തെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സാധനത്തെ ഇത് ദൈവം ഇറക്കിയതാണ് എന്ന ഒരു കഥ കൂടെ ചേർത്ത്, ഒരു ഫിക്ഷൻ കൂടെ ചേർത്ത് ആ നുണ എല്ലാവരെ കൊണ്ടും വിശ്വസിപ്പിച്ചുകൊണ്ട് ആളുകളെ നിയന്ത്രിക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ആദ്യകാലത്ത് മാനദണ്ഡങ്ങളുണ്ടാക്കിയത്. എന്തിൻ്റെ? ശരിയുടെയും തെറ്റിൻ്റെയും മാനദണ്ഡങ്ങൾ മനുഷ്യനുണ്ടാക്കിയിട്ട്, അത് മനുഷ്യനുണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ മനുഷ്യർ വിശ്വസിക്കില്ല, അംഗീകരിക്കില്ല എന്നതുകൊണ്ട് അതെല്ലാം ഏതോ ആ ദൈവം എന്ന് പറയുന്ന ഒരു പ്രകൃതി അതീത ശക്തി നമുക്ക് തന്നതാണ് എന്ന ഒരു കഥ വിശ്വസിപ്പിച്ചിട്ട് ഈ മാനദണ്ഡത്തെ സർവാംഗീകൃത മാനദണ്ഡമാക്കി മാറ്റുകയാണ് മതങ്ങളും കഥകളുമൊക്കെ ചെയ്തത്. എന്നാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഭരണഘടന, മനുഷ്യാവകാശ പ്രഖ്യാപന രേഖ തുടങ്ങിയിട്ടുള്ള ഈ കാര്യങ്ങൾ, ആ രേഖകൾ നമ്മൾ ഡിവൈൻ സോഴ്സിൽ നിന്ന് എടുത്തതല്ല, അങ്ങനെ നമ്മൾ അവകാശപ്പെടുന്നില്ല. മറിച്ച് മനുഷ്യൻ കൃത്രിമമായി സാങ്കല്പികമായി നിർമ്മിച്ച മാനദണ്ഡങ്ങളാണ്.
ആ മാനദണ്ഡങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യാവകാശങ്ങൾ ലോകത്തെല്ലായിടത്തും ഇന്ന് ഒരു അംഗീകൃത നിയമമായിട്ട് മാറിയത്. ഇപ്പോൾ മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളുണ്ടാക്കിയ ഈ 30 ആർട്ടിക്കിൾസ്, മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയിലെ 30 ആർട്ടിക്കിൾസിൽ ഒന്നുപോലും ഒരു ദൈവവും ഇറക്കിയതല്ല. അത് മനുഷ്യരുണ്ടാക്കിയതാണ്. അത് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതല്ല. ഒരുപാട് മനുഷ്യർ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് വികസിപ്പിച്ചെടുത്ത, ഇവോൾവ് ചെയ്തെടുത്തിട്ടുള്ള ആശയങ്ങളെ നമ്മളൊരു രേഖയായിട്ട് സമാഹരിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഭരണഘടനയും. ഒരാളൊറ്റയ്ക്കിരുന്ന് ഉണ്ടാക്കിയതല്ല, ദൈവങ്ങൾ കെട്ടിയിറക്കിയതുമല്ല, മനുഷ്യർ കൂടി ആലോചിച്ച് ഉണ്ടാക്കിയ കൃത്രിമമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ്, അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള രേഖകളാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്കെന്താണ് മാനദണ്ഡം? ഞങ്ങളുടെ കയ്യിൽ ദൈവം ഇറക്കിയതുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ കയ്യിലുള്ളതും മനുഷ്യൻ നിർമ്മിച്ച ഫിക്ഷണലായിട്ടുള്ള, കൃത്രിമമായിട്ടുള്ള, സാങ്കല്പികമായിട്ടുള്ള മാനദണ്ഡമാണ്. ഞങ്ങളുടെ കയ്യിലും സാങ്കല്പികമായിട്ടുള്ള മാനദണ്ഡം തന്നെയാണുള്ളത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ള മാനദണ്ഡങ്ങൾ കാലഹരണപ്പെട്ടു പോയതാണ്. കാരണം ഒരു മാനദണ്ഡം കാലാകാലം നമുക്ക് നിലനിർത്തി പോവുക സാധ്യമല്ല. ലോകം വികസിക്കുന്നതിനനുസരിച്ച്, മനുഷ്യൻ്റെ സാമൂഹ്യ ഘടന വികസിക്കുന്നതിനനുസരിച്ച്, മനുഷ്യൻ്റെ ധാർമ്മിക ബോധം വികസിക്കുന്നതിനനുസരിച്ച് മാനദണ്ഡങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും, വികസിച്ചുകൊണ്ടിരിക്കും. ആ വികസന പ്രക്രിയയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത് കാലാകാലത്തേക്കുമുള്ളതാണ് എന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കുമ്പോഴാണ് നിങ്ങളുടെ മാനദണ്ഡങ്ങൾ തുരുമ്പിച്ച ഇർക്കിളുകൾ മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് മാനദണ്ഡം എന്ന ചോദ്യത്തിന്, നമ്മളുടെ കയ്യിൽ ജനാധിപത്യപരമായി മനുഷ്യർ കൂടിയാലോചിച്ച് കൃത്രിമമായി നിർമ്മിച്ചിട്ടുള്ളതും സർവ്വലോക മനുഷ്യരാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ അടിസ്ഥാന രേഖകൾ ഞങ്ങളുടെ കയ്യിൽ മാനദണ്ഡങ്ങളായി ഉണ്ട് എന്നാണ് പറയാൻ. ആ മാനദണ്ഡങ്ങളും ആ രേഖകളും ഇരുമ്പൊലക്കകളല്ല, അത് പരിണാമവിധേയമാണ്, കൂടുതൽ വികസിപ്പിക്കാവുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കുക. ശരിതെറ്റുകളെ തിരിച്ചറിയാനും ശരിതെറ്റുകളെ നിർണ്ണയിക്കാനും മനുഷ്യർ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഫിക്ഷണലാണ്, കൃത്രിമമാണ്, മനുഷ്യരുണ്ടാക്കിയതാണ്. എന്തിനാണ് മനുഷ്യർ ഇതുണ്ടാക്കിയത്? മനുഷ്യർക്ക് സാമൂഹ്യ ജീവിതം സാധ്യമാകാൻ. മനുഷ്യർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എവിടെയെങ്കിലും ജീവിക്കുകയാണോ, ആർക്കും ആരെയും ആശ്രയിക്കേണ്ട, ആർക്കും ആരുമായി സഹകരിക്കേണ്ട എങ്കിൽ ഒരു മാനദണ്ഡവും വേണ്ട, ഒരു നിയമവും വേണ്ട, ഒരു മൊറാലിറ്റിയും വേണ്ട, എല്ലാവർക്കും ഇഷ്ടം പോലെ ജീവിക്കാം. പക്ഷേ എല്ലാവരും സഹകരിച്ചുകൊണ്ട്, എല്ലാവരും കൂട്ടുചേർന്നുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത് എന്നതുകൊണ്ടും, അങ്ങനെ മാത്രമേ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയൂ എന്നതുകൊണ്ടുമാണ് മനുഷ്യർ എല്ലാവരും കൂടെ അംഗീകരിക്കുന്ന കൃത്രിമമായ മാനദണ്ഡങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ശരിയേത് തെറ്റേത് എന്ന് നിർണ്ണയിക്കാൻ നമ്മുടെ കയ്യിലുള്ള മാനദണ്ഡം നമ്മൾ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും പുതിയതും ഏറ്റവും മികച്ചതുമായ മാനദണ്ഡമാണ്. നിങ്ങളുടെ കയ്യിലുള്ള മാനദണ്ഡം ഏറ്റവും പഴയതും ഏറ്റവും കാലഹരണപ്പെട്ടതും ജീർണിച്ചതും ഇന്നത്തെ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള മാനദണ്ഡമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മതം ഉപേക്ഷിക്കൂ, മനുഷ്യരാകൂ എന്ന് പറയുന്നത്. മനുഷ്യരാവണമെങ്കിൽ മനുഷ്യാവകാശങ്ങൾ എന്ന പുതിയ മാനദണ്ഡം അംഗീകരിക്കുന്ന മനുഷ്യരാവണം. എന്താണ് മനുഷ്യാവകാശങ്ങൾ എന്ന ഈ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാന തത്വം? എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നതാണ്. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നത് പ്രകൃതിപരമായിട്ട് ശരിയല്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. ഞങ്ങളും അത് തന്നെയാണ് സമ്മതിക്കുന്നത്. തുല്യരല്ല എന്നതുകൊണ്ടാണ് തുല്യരായിരിക്കണം എന്ന ഫിക്ഷൻ നമ്മൾ ഉണ്ടാക്കിയത്. എല്ലാവരും തുല്യരാണെങ്കിൽ പിന്നെ തുല്യരായിരിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. എല്ലാ മനുഷ്യരും തുല്യരല്ല. പ്രകൃതിയിൽ ഇന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനും തുല്യമായി വേറൊരു മനുഷ്യൻ ഉണ്ടാവില്ല. അത്രയും വൈവിധ്യങ്ങളുള്ളവരാണ് മനുഷ്യർ. അപ്പോൾ ആ തുല്യരല്ലാത്ത മനുഷ്യരെ നമ്മൾ എന്തിനാണ് തുല്യരാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്? എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശങ്ങൾ, അവസരങ്ങൾ, എല്ലാ മനുഷ്യർക്കും മനുഷ്യ സമൂഹത്തിൽ ഗണിക്കപ്പെടേണ്ട ഡിഗ്നിറ്റി അഥവാ അന്തസ്സ്, അത് തുല്യമാണ് എന്ന് നമ്മൾ എല്ലാവരും അംഗീകരിക്കണം എന്നാണ് ഈ മാനദണ്ഡം പറയുന്നത്.
അത് സത്യമല്ല, യാഥാർത്ഥ്യമല്ല, പ്രകൃതിപരമല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. എല്ലാവർക്കും ഒരു ബുദ്ധിയല്ല, എല്ലാവർക്കും ഒരു കഴിവല്ല, എല്ലാവർക്കും ഒരേ ആരോഗ്യമല്ല, എല്ലാവരും ഒരേപോലെയല്ല, എല്ലാവർക്കും ഒരു സ്വഭാവമല്ല, എല്ലാവർക്കും ഒരേ വികാരങ്ങളല്ല, ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ലോകത്തിലെ എല്ലാ മനുഷ്യരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലത്ത് എല്ലാ മനുഷ്യർക്കും കൂടി അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പൊതുമാനദണ്ഡം ആവശ്യമാണ് എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയ മാനദണ്ഡമാണ് മാനവികത എന്ന് പറയുന്നത്. ആ മാനദണ്ഡം അനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയ രേഖകളാണ് ഇന്ന് പരിഷ്കൃത രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മനുഷ്യാവകാശങ്ങളെ അംഗീകരിക്കുന്ന ഭരണഘടനകളും മറ്റും. അപ്പോൾ മാനദണ്ഡമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലുമുണ്ട്, ഞങ്ങളുടെ കയ്യിലുമുണ്ട്. നിങ്ങളുടെ ദൈവികമാണ് എന്ന നിങ്ങളുടെ വിശ്വാസം ഫിക്ഷനാണ്. ഞങ്ങൾ ഇത് മനുഷ്യനിർമ്മിതമാണ് എന്ന് സമ്മതിക്കുന്നു, അതും ഫിക്ഷനാണ്. അല്ലാതെ ഇവിടെ പ്രകൃതിയിൽ നമുക്ക് ഇതിനൊന്നും കൃത്യമായ മാനദണ്ഡമൊന്നും ഇല്ല. പ്രകൃതിക്ക് ശരി തെറ്റുകളൊന്നും ഇല്ല. പ്രകൃതിയിൽ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന എത്രയോ കാര്യങ്ങൾ പ്രകൃതിയിൽ നമ്മുടെ മുമ്പിലുണ്ട്, മനുഷ്യർക്കിടയിലുണ്ട്. എല്ലാ മനുഷ്യരും തുല്യരല്ല എന്നതുപോലും ഒരു ശരിയല്ലായ്മയാണ്, പ്രകൃതിയിലെ ഒരു ശരിയല്ലായ്മയാണ്. ചിലർ ശാരീരികമായ വലിയ വൈകല്യങ്ങളോടെ ജനിക്കുന്നു, ജനിച്ച് മരിക്കുന്നത് വരെ എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ജനിക്കുന്നു. തലച്ചോറിന് വളർച്ചയില്ലാതെ ബുദ്ധിമാന്യത്തോടു കൂടി ഒരു പട്ടിയുടെയും പൂച്ചയുടെയും ബുദ്ധി പോലും ഇല്ലാതെ മനുഷ്യരായി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള അസമത്വങ്ങളും മനുഷ്യർക്കിടയിൽ നമുക്ക് കാണാം. അതൊക്കെ പ്രകൃതി ഉണ്ടാക്കി വെച്ചതാണ്. അത് ശരിയാണ് എന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് പ്രകൃതിയിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർ പ്രകൃതിയുടെ തെറ്റിനെ പോലും പരമാവധി തിരുത്തിക്കൊണ്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അവിടെ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഈ പ്രകൃതിയേക്കാൾ എത്രയോ ഉയർന്ന ധാർമ്മിക ബോധമുള്ളവനായി മാറിയതുകൊണ്ടാണ്, ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ സൃഷ്ടിക്കുന്നവനായി മാറിയതുകൊണ്ടാണ് ഇത്തരം മാനദണ്ഡങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മാനദണ്ഡം മനുഷ്യനിർമ്മിതമാണ്. പക്ഷെ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആ ഫിക്ഷൻ സത്യമാണ് എന്ന് കണ്ടുകൂട്ടി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കയ്യിലുള്ള മാനദണ്ഡം മനുഷ്യനിർമ്മിതമാണ്, അതും ഫിക്ഷനാണ്. പക്ഷേ അത് മനുഷ്യനിർമ്മിതമാണ്, കൃത്രിമമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ മാനദണ്ഡത്തെ ഒരു പൊതു താല്പര്യത്തിന് വേണ്ടി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തുല്യത എന്ന ഒരു ഫിക്ഷനാണ്. ആ ഫിക്ഷൻ മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ചതാണ്, പ്രകൃതിയിലുള്ളതല്ല. ആ കൃത്രിമമായി നമ്മൾ നിർമ്മിച്ച ഫിക്ഷനെ നമ്മളെല്ലാവരും അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് നല്ല മനുഷ്യരായിട്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കുക. ഇതാണ് ഈ മാനദണ്ഡം എന്ന നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടി. എന്തായാലും ഇതുപോലെയുള്ള സംശയങ്ങൾ, ഇതുപോലെയുള്ള ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഉന്നയിക്കാം. നമ്മൾ പറഞ്ഞ മറുപടിയിൽ സംതൃപ്തരല്ല എങ്കിൽ മറുചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ നമ്മളൊക്കെ പരിശ്രമിക്കാം. ഇങ്ങനെയുള്ള ലോജിക്കലായിട്ടുള്ള ചർച്ചകൾ നടക്കട്ടെ. ആ ചർച്ചകളിലൂടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തത വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു സംവാദാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് നിലനിർത്താം. ഉസ്താദുമാർക്കും പണ്ഡിതന്മാർക്കും മതരംഗത്തുള്ള ചിന്തകന്മാർക്കും ഒക്കെ ഈ സംവാദങ്ങളിൽ വന്ന് പങ്കുചേരാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സംസാരം അവസാനിപ്പിക്കും.